ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫിഗ്മയിൽ നമുക്ക് എങ്ങനെയാണ് ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡ്രോപ്പ് ഡൗൺ ഉണ്ടാക്കാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഒരു ഡ്രോപ്പ് ഡൗണിൻ്റെ ഡിസൈൻ, അതിലേക്ക് നിങ്ങൾ വരുന്നു, ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ടും അതിൽ നിന്നും ഡ്രോപ്പ് ഡൗൺ താഴേക്ക് പോപ്പ് ചെയ്ത് വരുന്നു. അതുപോലെ തന്നെ അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ആരോ തിരിഞ്ഞ് മുകളിലേക്ക് പോകുന്നു. അതിൽ നിങ്ങൾക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ സെലക്ട് കൺട്രി എന്നുള്ള ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഒരു സെലക്ഷനാണ് ഇവിടെ വേണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇവിടെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സെലക്ട് കൺട്രി എന്നുള്ളൊരു ഡ്രോപ്പ് ഡൗൺ ആയതുകൊണ്ട് ഇന്ത്യ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇന്ത്യ അവിടെ വരുന്നു. അതുപോലെ തന്നെ ക്ലിക്ക് ചെയ്താൽ അടുത്തൊരു കൺട്രി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അടുത്തതായിട്ട് കൺട്രി വരുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ കൺട്രീസുകൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൺട്രി ബൈ കൺട്രി ആയിട്ട് ഇതുപോലെ ചെയ്തുകൊണ്ട് നമുക്ക് ഇതുപോലെ ഒരു ഡ്രോപ്പ് ഡൗൺ നമ്മുടെ ഡിസൈൻസുകളിൽ ഒരുപാട് ചെയ്യേണ്ടി വരുന്ന അവസ്ഥകൾ വേണം. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഫിഗ്മയിൽ ഇതുപോലെ ഇൻറ്ററാക്റ്റീവായിട്ട് കൊണ്ട് തന്നെ ഒരു ഡ്രോപ്പ് ഡൗൺ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ഒരു ഫിഗ്മ ട്യൂട്ടോറിയൽ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ഫിഗ്മ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ന്യൂ ഡിസൈൻ ഫയൽ ക്ലിക്ക് ചെയ്തൊരു ഫയൽ ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് റീനെയിം ചെയ്യാം. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഡ്രോപ്പ് ഡൗൺ മെനു ആയതുകൊണ്ട് ഡ്രോപ്പ് ഡൗൺ മെനു എന്നൊന്ന് റീനെയിം ചെയ്യാം. അതിനുശേഷം നമ്മൾ ആദ്യമായിട്ട് റെക്റ്റാങ്കിൾ ടൂൾ എടുത്തുകൊണ്ട് ലെഫ്റ്റ് ടോപ്പിൽ റെക്റ്റാങ്കിൾ ടൂൾ എടുത്തുകൊണ്ട് ഞാനൊരു റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണ്. അതിന് ഒരു 350 പിക്സൽ വിഡ്ത്ത് കൊടുക്കുന്നു. അതിനുശേഷം ഒരു 75 പിക്സൽ ഹൈറ്റും കൊടുക്കുന്നു. അതിനുശേഷം അതിലേക്ക് നമുക്കൊന്ന് വൈറ്റ് ഫില്ല് ചെയ്യുന്നു. അതിനുശേഷം ഒരു ചെറിയ ഒരു ബോർഡർ റേഡിയസ് കൊടുക്കാം. റൈറ്റിൽ വന്നു കഴിഞ്ഞാൽ കോർണർ റേഡിയസിൽ വന്നിട്ട് ഒരു 10 പിക്സൽ നമുക്ക് കോർണർ റേഡിയസും കൊടുക്കാം. അതിനുശേഷം നമുക്ക് കൺട്രി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായതുകൊണ്ട് സെലക്ട് കൺട്രി എന്ന് നമ്മളിവിടെ ടൈപ്പ് ചെയ്യുന്നു. സെലക്ട് കൺട്രി എന്നിവിടെ ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഫോണ്ടിലേക്ക് വരാം. ഫോണ്ട് ഞാനിവിടെ പോപ്പിൻസ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പോപ്പിൻസ് എന്ന് പറയുന്ന ഫോണ്ടായിട്ട് നമ്മൾ മാറ്റുന്നു. ഫോണ്ട് സൈസ് നമ്മളൊരു 16 ആണ് കൊടുക്കുന്നത്. 16 കൊടുത്തതിന് ശേഷം നിങ്ങൾ ഓർക്കുക, ഈ ഒരു ലെയറും നമ്മുടെ ബാക്കിലെ ഈ ലെയറും കൂടെ സെലക്ട് ചെയ്യുക. റൈറ്റ് ടോപ്പിൽ പോയതിന് ശേഷം നിങ്ങൾ അലൈൻ വെർട്ടിക്കൽ സെൻറ്റർ ക്ലിക്ക് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് അതിനെ അലൈൻ ചെയ്യുക. അതിനുശേഷം ലെഫ്റ്റ് സൈഡിലേക്കും വരിക. ലെഫ്റ്റിൽ കൊണ്ട് ഇങ്ങനെ ടച്ച് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് റൈറ്റ് സൈഡിൽ ഒരു ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 10 പിക്സലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ 10 ഒന്നും കൂടെ എടുത്താൽ 20, ഒന്നും കൂടെ കൊടുത്താൽ 30. ഞാനൊരു 30 പിക്സൽ റൈറ്റിലേക്ക് മൂവ് ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ ടെക്സ്റ്റിൻ്റെ കളർ വന്നിട്ട് ഞാനിവിടെ 333333 എന്ന് കൊടുത്തു. അതായത് ഒരു ഡാർക്ക് ഗ്രേ ആണ്. ഒരു പക്ക ബ്ലാക്ക് യൂസ് ചെയ്യുന്നത് മാക്സിമം ഒഴിവാക്കിക്കൊണ്ട് ഒരു ഡാർക്ക് ഗ്രേ യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലൊരു ബിഹേവിയർ ആയിരിക്കും ഡിസൈനിങ്ങിൽ. അടുത്തായിട്ട് നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ ആയിട്ട് ഡ്രോപ്പ് ഡൗണിൻ്റെ ഒരു ആരോ വേണം. ആരോ ഒന്നുകിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഐക്കൺസുകൾ കിട്ടുന്ന എവിടെയെങ്കിലും പോയി വെക്ടറായിട്ട് കൊണ്ടുവരാം. അതിലുപരി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പെൻ ടൂൾ എടുക്കുക. ജസ്റ്റ് ഇതേപോലെ ഒരു ഷേപ്പ് ജസ്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ വിഡ്ത്ത് വന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ ഞാനിപ്പോൾ ഒരു 8 പിക്സൽ വിഡ്ത്തും ഒരു 8 പിക്സൽ ഹൈറ്റും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു ഷേപ്പ് കിട്ടും. അപ്പോൾ ഈ ഒരു ഷേപ്പ് ഇതേപോലെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പല ആൾക്കാരും എപ്പോഴും ഇതിനൊക്കെ ഐക്കൺസുകൾ എപ്പോഴും സെർച്ച് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പർപ്പസ് അനുസരിച്ചിട്ട് ആരോസുകൾ ഇതുപോലുള്ളത് ക്രിയേറ്റ് ചെയ്തെടുക്കാം. കുറച്ചും കൂടെ സൈസ് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരേപോലെ സൈസ് കൂട്ടിക്കൊണ്ട് നമുക്കതിനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ആരോ ആയി കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ഇവിടെ റൈറ്റ് സൈഡിൽ വന്നതിൻ്റെ പിക്സൽ ഒരു 2 പിക്സൽ ആയിരിക്കുന്നു. 2 പിക്സൽ ആക്കിക്കൊണ്ട് നമുക്ക് ഇതിനെ സെൻറ്ററിലായിട്ട് പ്ലേസ് ചെയ്യാം. അതിനെ സെൻറ്ററിൽ കൊണ്ടുവച്ചു. ഇതിന് ശേഷം ഞാൻ വീണ്ടും ഇതിനെ റൈറ്റിൽ കൊണ്ട് ടച്ച് ചെയ്തു. അതിനുശേഷം ഞാൻ നേരത്തെ ചെയ്ത പോലെ ഷിഫ്റ്റ് കൊണ്ട് ലെഫ്റ്റിലോട്ട് 1 2 3 അതായത് 30 പിക്സൽ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്തു. അപ്പോൾ നമുക്ക് ഒരു സെൻറ്റർ അലൈൻഡ് ആയിട്ടുള്ള നമ്മുടെ ഡ്രോപ്പ് ഡൗൺ മെനു റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഓരോ എലമെൻറ്റുകൾ ഇടുമ്പോഴും ഒക്കെ തന്നെ അതിൻ്റെ സ്പേസിങ് ഓരോ കാര്യങ്ങൾ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ആരോയിൽ ഞാൻ സെർച്ച് ചെയ്തു. അതിന് നേരത്തെ പറഞ്ഞ പോലെ ബ്ലാക്കിന് പകരം 333333 എന്നുള്ള കളറും കൂടെ ആക്കി കൊടുക്കുകയാണ്. അതൊരു ഡാർക്ക് ഗ്രേ ആക്കി മാറ്റി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ജോലി. അത്രയും സെലക്ട് ചെയ്തു, Ctrl+G അടിച്ച് ഗ്രൂപ്പ് ചെയ്തു. അതൊരു ഗ്രൂപ്പ് 1 ആയി കഴിഞ്ഞു. അപ്പോൾ ഫ്ലാഗ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഞാനിവിടെ റൈറ്റ് സൈഡിലൂടെ പ്ലഗിൻസിൽ ഫ്ലാഗ്സ് എന്ന് പറയുന്ന ഒരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളും ഇവിടെ പ്ലഗിനിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ കിട്ടും ഫ്ലാഗ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കുറച്ച് ഫ്ലാഗുകൾ തപ്പിയെടുക്കാം. അപ്പോൾ നമ്മൾ സെലക്ട് കൺട്രി എന്നുള്ള ഈ ഒരു ഡ്രോപ്പ് ഡൗൺ ഡിസൈൻ ചെയ്തു. അതിനുശേഷം നമ്മുടെ ഫ്ലാഗുകളെല്ലാം ലെഫ്റ്റിൽ കൊണ്ടുവച്ചു. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ഞാൻ താഴേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം ഞാൻ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഒരു 1 ആരോ താഴേക്ക് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഒരു 10 പിക്സൽ താഴേക്ക് അത് മൂവായി. ആ ഓരോ സ്പേസിങ്ങിലിടുമ്പം നമ്മൾ 1 പിക്സൽ അതുപോലെ 10 പിക്സൽ ഇതിനെല്ലാം കൃത്യമായ ഭയങ്കരമായ ഒരു പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ പിക്സൽസുകൾ നമ്മൾ മൂവ് ചെയ്യുമ്പോഴൊക്കെ തന്നെ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ വന്നു, ഈ ആരോ സെലക്ട് ചെയ്തു, അതിനെ
ഡിലീറ്റ് ചെയ്തു. അതിനുശേഷം ഫസ്റ്റ് കൺട്രി ഞാൻ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്തുകൊണ്ട് ഇന്ത്യ എന്നാക്കിയതിന് ശേഷം അതിന് റെഗുലർ എന്നുള്ളത് കുറച്ചും കൂടെ ഒന്ന് ഒരു സെമി ബോൾഡ് കൊടുത്ത് കുറച്ചും കൂടെ ഒന്ന് തിക്കാക്കി വെച്ചു. ഇന്ത്യ സെലക്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ബോൾഡായിരിക്കാൻ വേണ്ടി. അതിനുശേഷം ഇന്ത്യ സെലക്ട് ചെയ്തിട്ട് ഇന്ത്യയെ ഞാൻ കുറച്ച് റൈറ്റിലേക്ക് നീക്കാം. അതിനുശേഷം നമുക്ക് ഈ ഇവിടുന്ന് ഫ്ലാഗ് ഇവിടുന്ന് കട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇന്ത്യയുടെ ഇവിടെ ആയിട്ട് പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഞാനിവിടെ റൈറ്റ് സൈഡിൽ വന്നിട്ട് ഇവിടെ റൈറ്റിലെ ഈ ഒരു കൺസ്ട്രെയിൻ പ്രോപ്പർട്ടീസ് ഓൺ ആക്കിയതിന് ശേഷം ഞാൻ എൻ്റെ വിഡ്ത്ത് ഒരു 40 പിക്സൽ ആക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് വിഡ്ത്തും ഹൈറ്റും അഡ്ജസ്റ്റ് ചെയ്യും. അതിനിവിടെ ഞാൻ നേരത്തെ ചെയ്ത പോലെ കൊണ്ടുവന്ന് സെൻട്രലായിട്ട് വെച്ചു. 1 2 3 30 പിക്സൽ റൈറ്റിലോട്ട് മൂവ് ചെയ്തു. അതിന് ഇന്ത്യയെ ഞാൻ സെലക്ട് ചെയ്തതിലേക്ക് കൊണ്ട് ടച്ച് ചെയ്തു. 1 2 ഒരു 20 പിക്സൽ റൈറ്റിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ ഓരോന്നും തമ്മിലുള്ള സ്പേസുകൾ നല്ല പക്കയായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഇന്ത്യ എന്നുള്ളത് നമ്മൾ ആദ്യം വെച്ചു. ഇനി ഇന്ത്യ നമ്മളിതെല്ലാം കൂടെ സെലക്ട് ചെയ്യുന്നു. Ctrl+G അടിച്ചിട്ട് ഞാൻ ആ ഗ്രൂപ്പിന് ഇന്ത്യ എന്ന് പേരും കൊടുത്തു. ഓക്കെ, ഇനി ഈ ഒരു ഇന്ത്യയെ അതിനോട് ചേർത്ത് അടുത്തൊരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. അതിനുശേഷം ഞാൻ ഇവിടുത്തെ ഈ ഒരു നമ്മുടെ ഒരു ബോർഡർ റേഡിയസിൻ്റെ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം എനിക്ക് റൈറ്റ് സൈഡിലും ടോപ്പിൽ മാത്രം മതി, താഴെ ഇവിടെ വേണ്ട. ഇതിനോട് ചേർന്ന് ഈ ഒരു കളർ ഫില്ലായി വരാനായതുകൊണ്ട് ഞാനിവിടെ ലെഫ്റ്റും ടോപ്പും കീപ്പ് ചെയ്തു. അതിനുശേഷം ഇവിടുത്തെ ഇത് റൈറ്റ് 0 വീണ്ടും റൈറ്റ് 0 ആയി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ടോപ്പിൽ മാത്രമായി. കണ്ടോ? അതിനുശേഷം ഇവിടെ വന്നു. ഇതിന് നമുക്ക് ഒരു സ്ഥലത്തും വേണ്ട, അതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ ഇതിന് 0 ആക്കി. അപ്പോൾ ഇത് ഇതിനോട് ചേർന്നതുപോലെയായി. അതിനുശേഷം ഇന്ത്യ എന്നുള്ളതിന് മാറി നമുക്ക് അടുത്ത യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എടുക്കാം. ഇവിടുന്ന് തന്നെ ടെക്സ്റ്റ് കോപ്പി ചെയ്യാം. അതിനുശേഷം ഇവിടെ ആയിട്ട് നമുക്ക് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അവിടെ ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഇതിൻ്റെ ഫ്ലാഗിനെ കട്ട് ചെയ്യാം. ഇന്ത്യയുടെ ഫ്ലാഗിൻ്റെ സ്ഥലത്ത് വന്ന് നമുക്കിവിടെ ആയിട്ട് പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഞാനിവിടെ വീണ്ടും നേരത്തെ ഇതുപോലെ 40 പിക്സൽ ആക്കുന്നു. അപ്പം അതവിടെ ആയിട്ട് സെറ്റായി. ഓക്കെ, അതിനുശേഷം ഞാൻ അതിന് മൊത്തത്തിൽ നമ്മുടെ ആ ഒരു ഗ്രൂപ്പിനെ UAE എന്നൊന്ന് റീനെയിം ചെയ്തു. അപ്പം എല്ലാം റീനെയിം ചെയ്തിടുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കും. അപ്പോൾ എനിവേ അതിൻ്റെ വീണ്ടും ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ്, താഴേക്ക് വയ്ക്കുന്നു. അതിനുശേഷം നമ്മളിവിടെ ഓസ്ട്രിയയുടെ ഭാഗത്തേക്ക് വരുന്നു. ഓസ്ട്രിയ എന്നുള്ളത് നമുക്ക് ഇവിടെ തന്നെ സെലക്ട് ചെയ്യാം. അതിലിവിടെ ആയിട്ട് പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം വീണ്ടും നമ്മളിവിടുന്ന് ഫ്ലാഗ് കട്ട് ചെയ്യുന്നു. ഇവിടെ വരുന്നു. നമ്മുടെ ഈ ഒരു ഫ്ലാഗിൻ്റെ മുകളിലായിട്ട് വന്നതിന് ശേഷം നമുക്കിവിടെ തന്നെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പേസ്റ്റ് ടു റീപ്ലേസ് അഥവാ Ctrl+Shift+R എന്ന് പറഞ്ഞ ഷോർട്ട് കട്ട് യൂസ് ചെയ്താൽ അതേ പൊസിഷനിൽ വരും. അതിനുശേഷം നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പ്രോപ്പറായിട്ട് അവിടെ ഇരിക്കും. അപ്പോൾ ഓസ്ട്രിയ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ വന്ന് നമുക്ക് UAEക്ക് പകരം ഓസ്ട്രിയ എന്നതിന് ഗ്രൂപ്പിന് പേര് കൊടുക്കാം. വീണ്ടും അതിൻ്റെ അടുത്ത ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം, ചേർത്ത് വയ്ക്കുന്നു. അവിടെ ആയിട്ട് നമ്മൾ വീണ്ടും ഇവിടെ വരുന്നു. ബ്രസീൽ മാത്രം കോപ്പി ചെയ്യുന്നു. ബ്രസീലിനായിട്ട് നമ്മളുടെ ടെക്സ്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഫ്ലാഗിനെ ഇവിടുന്ന് കട്ട് ചെയ്യാം. ഇവിടെ ആയിട്ട് വന്ന് നമ്മുടെ ഈ ഫ്ലാഗിനകത്ത് വന്ന് Ctrl+Shift+R അടിച്ചാൽ റീപ്ലേസ് ആയി. അതിനുശേഷം വിഡ്ത്ത് 40 കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് സെറ്റുമായി. ഓക്കെ, ഇനി താഴെയായിട്ട് ഇതിൻ്റെ ഈ പോർഷനിലായിട്ട് ബോർഡർ റേഡിയസ് ആവശ്യമുള്ളതുകൊണ്ട് ഇവിടെ നമ്മൾ വീണ്ടും വരുന്നു. നേരത്തെ ചെയ്ത പോലെ ടോപ്പിൽ 2 സൈഡിലും നമ്മൾ 0 ഇട്ടിട്ട് ഇവിടെ 10 കൊടുത്തു കഴിഞ്ഞാൽ താഴെ മാത്രം ലെഫ്റ്റ് റൈറ്റ് റൗണ്ടഡ് ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം എല്ലാം ഒരേപോലെ റൗണ്ടഡ് ആയിട്ടിരിക്കുന്നു. ഇതെല്ലാം ഓരോന്നും ഗ്രൂപ്പായി. നമുക്ക് ഇപ്പോൾ ചെയ്ത ബ്രസീലിൻ്റെ പേര് കൂടെ ചേഞ്ച് ചെയ്തേക്കാം, ഗ്രൂപ്പിന് ബ്രസീൽ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഓവറാൾ ഉള്ളത് ഇന്ത്യ ഓരോ കൺട്രീസിൻ്റെയും പേരിലുള്ള ഓരോ ഗ്രൂപ്പുകളായി. എപ്പോഴും നമ്മൾ ഇതുപോലെ ഗ്രൂപ്പ് ചെയ്ത് അതായത് പ്രോപ്പർ നെയിമുകൾ കൊടുത്ത് തന്നെ ശീലിക്കുക. അപ്പോൾ നമുക്ക് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്തു പോകാൻ പറ്റും. അതിനുശേഷം നമ്മുടെ ഇവിടെ ടോപ്പിലായിട്ടുള്ള ഈ ഒരു ഡ്രോപ്പ് ഡൗണും ഉണ്ട്. നമുക്കതിന് ഡ്രോപ്പ് ഡൗൺ എന്ന് പേര് കൊടുക്കാം. അപ്പോൾ ലെഫ്റ്റിൽ ഡ്രോപ്പ് ഡൗൺ എന്ന് പറയുന്ന ഇതും 4 കൺട്രീസുമായി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ഡ്രോപ്പ് ഡൗൺ എന്ന് പറയുന്ന ഒരു ഫുള്ള് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അവിടെ ഡ്രോപ്പ് ഡൗൺ എന്നുള്ളതും താഴെ കൺട്രി എന്നുള്ളതും ഉണ്ടാക്കി. ലെഫ്റ്റിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, ഈ ഡ്രോപ്പ് ഡൗൺ എന്നുള്ളതായിരിക്കണം ലെയർ വൈസ് ടോപ്പിൽ കിടക്കേണ്ടത്, കൺട്രി എന്നുള്ളത് താഴെ ആയിരിക്കണം. അതൊന്ന് ഉറപ്പ് വരുത്തിക്കൊള്ളുക. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ ഒരു ഡ്രോപ്പ് ഡൗണിന് ഒരു സെറ്റിങ്സ് ചെയ്യേണ്ടതുണ്ട്. റൈറ്റ് സൈഡിൽ വന്ന് ക്ലിപ്പ് കണ്ടൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്രോപ്പർട്ടി ഒന്ന് ഓൺ ആക്കേണ്ടതുണ്ട്. ഓക്കെ, അത് ഓൺ ആക്കിയിട്ടേക്ക്. അതിൻ്റെ ആവശ്യം നെക്സ്റ്റ് ലെവലിൽ നമുക്ക് പറയാം. അത് ക്ലിപ്പ് കണ്ടൻറ്റ് ഓൺ ആക്കിയതിന് ശേഷം നമ്മൾ ഇതിൽ സെലക്ട് ചെയ്യുക. ടോപ്പിൽ പോയി ഇതിന് ഓവറാൾ ഒരു ക്രിയേറ്റ് കോമ്പണൻറ്റ് അഥവാ Ctrl+Alt+K അടിച്ച് കോമ്പണൻ്റ് ആക്കുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡ്യൂട്ടി. അതിനുശേഷം വീണ്ടും അവിടെ നിന്നൊരു വേരിയൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അത് താഴെയായിട്ടുണ്ടാകുന്നു. അപ്പോൾ ഫസ്റ്റ് വേരിയൻറ്റ് സെക്കൻഡ് വേരിയൻ്റ് ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഒരു അനിമേഷൻ ലെവലിൽ ചിന്തിക്കുമ്പോൾ അറിയാം, ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് താഴത്തെ ഇത് കാണേണ്ടത്. അപ്പോൾ ഫസ്റ്റിലത്തതിൽ അത് വേണ്ട എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ എങ്ങനെ വേണ്ട എന്ന് വെക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഈ ഒരു ഏരിയ സെലക്ട് ചെയ്തിട്ട് ഇതിന് മുകളിലേക്ക് നമ്മളങ്ങ് ക്ലിപ്പ് ചെയ്ത് വയ്ക്കും. അതായത് മുകളിലോട്ട് ഡ്രാഗ് ചെയ്ത് അതിൻ്റെ അടിയിലായിട്ട് കൊണ്ടുവയ്ക്കും. ഏകദേശം ഈ പോർഷൻ വരെ അതിനെ അങ്ങ് നമ്മളവിടെ ഹൈഡ് ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ അതവിടെ ഹൈഡ് ചെയ്തു. രണ്ടാമത്തെ സ്റ്റേജിൽ ഇവിടെയായിട്ട് ഇത് ഓപ്പൺ ചെയ്ത് കണ്ടു. സ്വാഭാവികമായിട്ടും ടോപ്പിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്
ഓപ്പണായി വരുന്ന സമയത്ത് ഈ ആരോ കറങ്ങി തിരിഞ്ഞ് മുകളിലേക്ക് പോകേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അതായത് ആരോ നമ്മളതിൽ തൊടുന്ന സമയത്ത് ആ ആരോ കറങ്ങി തിരിഞ്ഞാണ് വരേണ്ടത്. അതുകൊണ്ട് രണ്ടാമത്തത് വരുന്ന സ്റ്റേജിൽ ഈ ആരോ നമുക്കൊന്ന് തിരിച്ച് മുകളിലേക്ക് നോക്കി വയ്ക്കാം. അപ്പം ഒരു 2 സ്റ്റേജ്, പ്രധാനപ്പെട്ട 2 സ്റ്റേജായി കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോ കൺട്രീസുകളും നമുക്ക് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ഇതിനെ താഴത്തെ ഈ ഒരു വേരിയൻറ്റിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും അതിൻ്റെ ഒരു പുതിയൊരു വേരിയൻറ്റ് അതിൻ്റെ താഴത്തെ പ്ലസ് മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പുതിയൊരു വേരിയൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ആ വേരിയൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഇന്ത്യ എന്ന് എഴുതിയിരിക്കുന്ന ഇതും ഇന്ത്യയുടെ നമ്മുടെ ഈ ഫ്ലാഗും കൂടെ ഒന്ന് സെലക്ട് ചെയ്യുന്നു. ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്തുകൊണ്ട് നമ്മുടെ ഈ സെലക്ട് കൺട്രി എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് ഇതിന് പകരമായിട്ട് അതിനെ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഈ ഒരു ടെക്സ്റ്റിനെ തൽക്കാലത്തേക്ക് നമ്മൾ ഇവിടെ നിന്ന് ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മുടെ പുതിയ ഫ്ലാഗും ഇന്ത്യയും കൂടെ അവിടെയായിട്ട് അതിൻ്റെ മുകളിലായിട്ട് പേസ്റ്റ് ചെയ്തു. ഓക്കെ, പേസ്റ്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഈ ആരോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് കറക്കി ഒന്നുകൂടെ ഒന്ന് സെൻറ്ററിലേക്ക് ചെയ്യുക. കാര്യം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന സമയത്ത് വീണ്ടും നമുക്കിത് തിരിഞ്ഞ് വരണം. ഈ ഒരു റൊട്ടേറ്റ് ചെയ്ത് വീണ്ടും പഴയതുപോലെ കറങ്ങി വരണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അത് ചെയ്തത്. അതിനുശേഷം നമുക്ക് വീണ്ടും ഒരു കാര്യം ചെയ്യാം. ഈ താഴത്തെ കാര്യങ്ങളെ നമുക്ക് തൽക്കാലം ഇതിൻ്റെ താഴേക്ക് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അതിനെ അങ്ങ് ക്ലിപ്പ് ചെയ്ത് അത് മുകളിലേക്ക് കയറ്റി അങ്ങ് വെക്കാം. അപ്പോൾ ആ ഒരു സാധനം ടോപ്പിലേക്ക് മുകളിലേക്ക് മാറിപ്പോയി എന്നാണ് അർത്ഥം. ഓക്കെ, അതിനുശേഷം വീണ്ടും നമ്മളിപ്പോൾ ഇന്ത്യ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ ഇനി എത്ര കൺട്രീസുകളുണ്ടോ അതെല്ലാം നമുക്ക് ഓരോന്നായിട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോന്നും ക്രിയേറ്റ് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അത് താഴേക്ക് വന്ന് അടുത്തത് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ഈ ഇന്ത്യ എന്നുള്ളത് എടുക്കുന്നു. അതിൻ്റെ ഒരു വേരിയൻറ്റ് വീണ്ടും ഓപ്പൺ ചെയ്യുന്നു. ആ ഒരു വേരിയൻറ്റിനകത്ത് ഇന്ത്യ മാറി നമുക്ക് അടുത്തതായിട്ട് വരേണ്ടുന്നത് അടുത്ത കൺട്രിയാണ്. അതിന് ഞാൻ ഇവിടെ അടുത്ത കൺട്രിയിൽ വന്നു. ഇവിടെ വന്ന് ഇത് കളഞ്ഞിട്ട് നമ്മളിവിടെ അതിന് പകരം ഇത് വയ്ക്കുന്നു. അത് ആ ലെയറിനകത്ത് തന്നെയാണ്, ഒന്ന് ഉറപ്പ് വരുത്തിക്കൊള്ളുക. ആ ലെയറിനകത്ത് കൃത്യമായിട്ട് 1, 2, 3 നേരത്തെ വെച്ചതുപോലെ കൃത്യമായ സ്ഥലത്ത് കൊണ്ടുവയ്ക്കുന്നു. ഓക്കെ, അതിനുശേഷം വീണ്ടും ഞാൻ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അടുത്ത വേരിയൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതും നമുക്കറിയാം അടുത്തതായിട്ട് അടുത്ത കൺട്രി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഡിസൈൻ പോർഷൻസുകളെല്ലാം നമ്മളിതുപോലെ വേരിയൻസ് ബൈ വേരിയൻ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ ഇട്ടേക്കാണ്. ഈ വേരിയൻറ്റ് എല്ലാം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിനെ അനിമേറ്റ് ചെയ്യണം. ഓരോന്നിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്തത് വരുന്നു, അത് ഡ്രോപ്പ് ഡൗൺ വരുന്നു, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തിരിച്ചു പോകുന്നു. അതെല്ലാം ചെയ്യലാണ് അടുത്ത പരിപാടി. അതിനെയാണ് നമ്മൾ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി റൈറ്റിലെ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്ന ഒരു ടാബിലേക്ക് വന്നു. ഓക്കെ, അത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കറിയാം അടുത്തതായിട്ട് ഇവിടെ വരുമ്പോൾ എനിക്ക് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ, അതായത് ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ സെലക്ട് ആവും. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്നാണ് അതിൻ്റെ ഒരു മീനിങ്. അതിനെ ഞാൻ സെലക്ട് ചെയ്ത് അടുത്തൊരു വേരിയൻറ്റിലേക്ക് കണക്ട് ചെയ്യുന്നു. അതായത് ഇതിൽ ഓൺ ക്ലിക്ക്, ഞാനിതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് നേരെ വേരിയൻറ്റ് 2 പോകണം, രണ്ടാമത്തെ വേരിയൻറ്റിലേക്ക് പോകണം. ഇനി എങ്ങനെ പോകണമെന്നാണ് താഴെ പറയുന്നത്. അത് സ്മാർട്ട് അനിമേറ്റ് ആയിട്ട് പോകാം, ഡിസോൾവ് കൊടുക്കാം, അങ്ങനെ പലതും കൊടുക്കാം. അതിൽ ഞാൻ സ്മാർട്ട് അനിമേറ്റ് തന്നെ കൊടുക്കുന്നു, ആ വരുന്നൊരു സ്റ്റൈൽ കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇവിടുന്ന് നിങ്ങൾക്ക് ഈസ് ഇൻ ഈസ് ഔട്ട് അങ്ങനെ പല സ്റ്റൈലുണ്ട്. അതിൽ ഞാൻ ജെൻറ്റിൽ എന്ന് പറയുന്നൊരു സ്റ്റൈലാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അതിൻ്റെ ഈസ് ഇൻ ഈസ് ഔട്ട് സ്റ്റൈലുകളൊക്കെ മാറ്റി പരീക്ഷിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ എനിവേ ഈ ഒരു പ്രോപ്പർട്ടിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇൻട്രാക്ഷൻ ഡീറ്റെയിൽസിൽ ഓൺ ക്ലിക്കിൽ അടുത്ത വേരിയൻറ്റിലേക്ക് പോകുന്നു, എങ്ങനെ പോകുന്നു, സ്മാർട്ട് അനിമേറ്റ് ചെയ്ത് പോകുന്നു, ജെൻറ്റിൽ എന്ന് പറയുന്ന ഒരു സ്റ്റൈലിൽ അത് മൂവ് ചെയ്ത് പോകുന്നു. ഓക്കെ, ആ ഒരു സ്റ്റൈൽ കൊടുത്തു കഴിഞ്ഞാൽ ഇനി അടുത്തതായിട്ട് നമുക്ക് തിരിച്ച് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ തിരിച്ച് ഇതിലേക്ക് പോകണം. അതുകൊണ്ട് തിരിച്ച് കണക്ട് ചെയ്തു. അതിൻ്റെ സെറ്റിങ്സ് എല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, ഇനി ഞാൻ ഇതിൽ ഇന്ത്യയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 2 ഇന്ത്യ സെലക്ട് ചെയ്തു. ആ ഇന്ത്യ എന്നുള്ളത് നമ്മുടെ ഇന്ത്യയിലേക്ക് വരണം. ഓക്കെ, അതും സെയിം സെറ്റിംഗ് തന്നെയാണ്, വേറൊന്നും നോക്കാനില്ല. ഇനി അടുത്ത് ഞാൻ ഇന്ത്യയിലെ വീണ്ടും ടോപ്പിലൂടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവൻ തിരിഞ്ഞ് ഈ ഒരു പേജിലേക്ക് കണക്റ്റ് ആവണം. അതായത് തിരിഞ്ഞ് നമ്മുടെ സെലക്ട് എന്നുള്ള ഒരു പേജിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഇതിലേക്ക് കണക്ട് ചെയ്തത്. വീണ്ടും ഞാൻ അടുത്ത കൺട്രി ഇവിടെ വന്നു, ഇത് സെലക്ട് ചെയ്യുന്നു. അതിനെ നമ്മൾ കൊണ്ടുവന്ന് വീണ്ടും ഇവിടെ കണക്ട് ചെയ്യുന്നു. വീണ്ടും ആ ഒരു ടോപ്പ് ഏരിയയിൽ ക്ലിക്ക് ചെയ്യുന്നു, അത് വീണ്ടും ഇങ്ങോട്ട് വരുന്നു. അതേപോലെ ഓരോ കൺട്രീസും ചെയ്യാം. അടുത്ത് നമ്മൾ ഓസ്ട്രിയ സെലക്ട് ചെയ്യുന്നു, ഓസ്ട്രിയ കൊണ്ട് ഓസ്ട്രിയയിലേക്ക് കണക്ട് ചെയ്യുന്നു. ഓസ്ട്രിയയുടെ ടോപ്പ് പോർഷൻ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, അതുകൊണ്ട് തിരിച്ച് ഇതിലേക്ക് കണക്ട് ചെയ്യുന്നു. അടുത്തതായിട്ട് ബ്രസീൽ സെലക്ട് ചെയ്യുന്നു, ബ്രസീലിനെ കൊണ്ട് ബ്രസീലിലേക്ക് കണക്ട് ചെയ്യുന്നു. ബ്രസീലിൻ്റെ ടോപ്പ് പോർഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ തിരിഞ്ഞ് ഇങ്ങോട്ട് വരുന്നു.
ഈ പറഞ്ഞ സാധനം റിപ്പീറ്റ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. പ്രോപ്പർട്ടീസ് ഒന്നും മാറുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ ഇപ്പോൾ ഈ പറഞ്ഞ സാധനം വളരെ സിമ്പിളായിട്ട് മനസ്സിലാവും. എല്ലാത്തിനെയും നമ്മൾ ഒന്നൊന്നായിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്തു, തിരിച്ച് നമ്മൾ ഈ ഒരു വേരിയൻറ്റിലേക്ക് കണക്ട് ചെയ്തു. അത്ര മാത്രമേ ഇവിടെ സംഭവിച്ചുള്ളൂ. അതൊന്നും കൂടെ മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ റിവൈൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാ കണക്ഷനും ഇത്രയേ ഉള്ളൂ പരിപാടി. ഇത്രയാണ് നമ്മൾ പ്രോട്ടോടൈപ്പിൽ ചെയ്യുന്നത്. എല്ലാ വേരിയൻറ്റുകളെ തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തത് എങ്ങനെയാണെന്നുള്ളത് ഓർത്തിരിക്കാനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങോട്ട് പോകുന്നു, അതിലടുത്ത് എങ്ങനെ പോകണം എന്നുള്ള സെറ്റ് ചെയ്യുന്നു. അതിന് തിരിച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങോട്ട് പോകണമെന്ന് സെറ്റ് ചെയ്യുന്നു. അതാണ് ഈ ഒരു പ്രോട്ടോടൈപ്പ് ടാബിൽ ചെയ്യുന്നത്. അത് ക്ലിയറായിട്ട് ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പ്രോട്ടോടൈപ്പിംഗ് ഫംഗ്ഷനാലിറ്റി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ പ്രോട്ടോടൈപ്പും ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ചെയ്ത ഡ്രോപ്പ് ഡൗണിനെ ഒരു ഡിസൈൻ പ്രതലത്തിലേക്ക് കൊണ്ടുവയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രെയിം ഇവിടെ ആയിട്ട് ലെയറിൽ വന്നിട്ട് ഒരു ഫ്രെയിം എടുക്കുകയാണ്. ഞാനിവിടെ iPhone 13 Proയുടെ ഒരു ഫ്രെയിം എടുക്കുകയാണ്. അതിലേക്ക് ഞാൻ ഒരു ജസ്റ്റ് ബാക്കിൽ ഒരു ഡാർക്ക് കളറൊന്ന് ഫില്ല് ചെയ്യുകയാണ്. ഓക്കെ, കളർ ഫില്ല് ചെയ്തതിന് ശേഷം ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഈ അസെറ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്ത ഈ ഒരു കോമ്പണൻ്റ് ആയിട്ട് ഇവിടെ കിടക്കുന്ന കാണാം. ഇവിടെ ഞാൻ ഇതിനെ ഡ്രാഗ് ചെയ്ത് ഇതിൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടുവച്ചു. ഓക്കെ, സെൻറ്ററിൽ കൊണ്ടുവച്ചതിന് ശേഷം നമുക്കിനി ഇതിൻ്റെ പ്രിവ്യൂ ഒന്ന് കാണാം. ഇതെങ്ങനെയാണ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്താണ് എന്നൊക്കെ ഉള്ളത്. ഓക്കെ, അതിനുവേണ്ടി ഇതിൽ ഒന്ന് സെലക്ട് ചെയ്തു. റൈറ്റിൽ പോയിട്ട് ടോപ്പിലായിട്ട് പ്രസൻറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു. അതിൻ്റെ ഒരു പ്രിവ്യൂ മോഡിലേക്ക് പോവുകയാണ്. ആ പ്രിവ്യൂ മോഡിൽ പോകുമ്പോൾ ഇത് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നതെന്നുള്ളത് നമുക്കിപ്പോൾ തന്നെ നോക്കാം. ഇങ്ങനെ വന്നു കഴിഞ്ഞു. അതിനുശേഷം ടോപ്പിൽ പോയതിന് ശേഷം ഞാൻ ഫിറ്റ് ടു സ്ക്രീൻ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു, ഫുൾ സ്ക്രീനിൽ കാണാൻ വേണ്ടി. ഇപ്പോൾ എല്ലാം സ്ക്രീനിൽ കാണാം. ഇനി നമ്മൾ കൊടുത്ത ഫങ്ഷനാലിറ്റികൾ കൃത്യമായി വർക്ക് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് അറിയാനുള്ളത്. അതിനായിട്ട് ഞാൻ ഇവിടെ വരുന്നു, ഇവിടെ ആയിട്ട് ക്ലിക്ക് ചെയ്യുന്നു. താഴേക്ക് ഡ്രോപ്പ് ചെയ്ത് വന്നു. ഞാൻ കൊടുത്ത ആ ഒരു അനിമേഷൻ സ്റ്റൈലും അവിടെ അപ്ലൈ ആയിട്ടുണ്ട്. അതിനോടൊപ്പം ആരോ അനിമേറ്റ് ചെയ്ത് തിരിഞ്ഞ് മുകളിലേക്ക് പോയി. വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു, തിരിഞ്ഞ് അതുപോലെ അനിമേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു എഫക്റ്റ്, ഒരു ജെൻറ്റിൽ എഫക്റ്റാണ് നമ്മൾ കൊടുത്തത്. അതുപോലെ നമുക്ക് വേറെ എന്തെങ്കിലും എഫക്റ്റ് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. പക്ഷേ ഇതിനൊരു സ്മൂത്ത്നെസ് ഉള്ളതുകൊണ്ട് ഇത് കൊടുത്തു എന്ന് മാത്രം. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി, ഇതിങ്ങനെ പോപ്പ് താഴോട്ട് വന്നാൽ മാത്രം പോരാ, ഓരോന്നും സെലക്ട് ചെയ്യണം. അതിൽ ഇന്ത്യയിൽ ഞാനൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇന്ത്യ സെലക്ട് ആയി കഴിഞ്ഞു. താഴേക്ക് തന്നെ ആരോ വന്നു. അതായത് എനിക്ക് ഇനി ഇന്ത്യ മാറ്റണമെങ്കിൽ മാറ്റാം എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ അടുത്തതായിട്ട് അതിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു. ഞാൻ ഇവിടെ വന്നു യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് കൊടുത്തു. അത് ടോപ്പിലേക്ക് എത്തി. ഇനി അത് ഞാൻ വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും വരുന്നു. ഓസ്ട്രേലിയ വേണമെങ്കിൽ ഓസ്ട്രേലിയ ചൂസ് ചെയ്തു. ഓസ്ട്രേലിയ കഴിഞ്ഞിട്ട് ബ്രസീൽ വേണമെങ്കിൽ ബ്രസീൽ ക്ലിക്ക് ചെയ്യുന്നു. അതവിടെ വരുന്നു. അതാണ് നമുക്ക് ഓരോ പോർഷൻസുകളും 1 by 1 ആയിട്ട് മാറ്റി നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇതുപോലെ സ്മൂത്തായിട്ടുള്ള ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള ഡ്രോപ്പ് ഡൗൺസ് നമുക്ക് എവിടെ വേണമെങ്കിലും ഈ ഒരു സ്റ്റൈലിൽ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ മൊബൈൽ ഫോണിൽ വെച്ചതുപോലെ തന്നെ നിങ്ങൾക്കിത് വേറെ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൻ്റെ ഏതെങ്കിലും ഒരു പ്രതലത്തിലാണ് വെക്കേണ്ടതെങ്കിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൻ്റെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സൈസിലാണ് വെക്കേണ്ടതെങ്കിൽ അത് ഓപ്പൺ ചെയ്യാം. അവിടെ ആയിട്ട് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ കണക്ക് അതിലെവിടെയാണോ ഡ്രോപ്പ് ഡൗൺ വരുന്നത് അതുപോലുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു സാധനത്തെ നമുക്ക് കൊണ്ടുവച്ച് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുവച്ച് നമുക്കിതിനെ അഡ്ജസ്റ്റ് ചെയ്യാം. സൈസൊക്കെ തന്നെ നിങ്ങൾ ആദ്യം തന്നെ ഇവിടെ വെക്കുമ്പോൾ എത്ര വേണമെന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കിയതിന് ശേഷം ആ ഒരു ഫസ്റ്റിലത്തെ ഡ്രോപ്പ് ഡൗൺ ഡിസൈൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ അതിൻ്റെ റിയൽ ആയിട്ടുള്ള റിവ്യൂസ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡ്രോപ്പ് ഡൗൺ അവിടെ ഫിറ്റ് ആവുന്നത് കാണാം. ഓക്കെ, അങ്ങനെ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് വേണ്ടുന്ന ഡിസൈനിന് ഫിറ്റ് ആകുന്ന രീതിയിൽ ഇതിനെ കൃത്യമായിട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ളിടത്തായിട്ട് വർക്ക് ചെയ്യാനും പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നിങ്ങളുടെ അടുത്ത ഡിസൈൻസുകളിൽ ഇതുപോലെ സ്മൂത്തായിട്ട് ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഡ്രോപ്പ് ഡൗൺ കൂടെ ഉൾപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഡിസൈൻ വിത്ത് uxuimania എന്ന് പറയുന്ന നിങ്ങളുടെ വെബ്സൈറ്റിൽ നമുക്ക് വന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ കോഴ്സസിൽ നോക്കിയാൽ ഇവിടെ ആയിട്ടും വേറെ 1-2 അഡ്വാൻസ്ഡ് വെബ്സൈറ്റിൻ്റെയും ഒക്കെ ട്യൂട്ടോറിയലുകൾ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ കൂടുതൽ ട്യൂട്ടോറിയലുകൾ നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇനി ഇത്തരത്തിലുള്ള ഓരോ ട്യൂട്ടോറിയലുകളും പല ഭാഗത്തു നിന്നും മനസ്സിലാക്കിക്കൊണ്ട് അതെല്ലാം തന്നെ പഠിച്ചെടുക്കുന്ന ഓരോ ട്രിക്കുകളും നിങ്ങളുടെ പുതിയ ഡിസൈൻസുകൾ പല സ്ഥലങ്ങളിലേക്കായിട്ട് നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.